ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ചെയ്യാനുള്ളത്. ഒരു ½ kg വെയിറ്റ് ചെയ്യുന്ന ഒരു കുഞ്ഞ് കേക്കാണ്. അപ്പോൾ നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് കേക്ക് തണുത്തതായതുകൊണ്ടായിരിക്കണം നമ്മൾ ഗനാഷ് ഒഴിച്ച് കഴിഞ്ഞത് പെട്ടെന്ന് ഗനാഷ് കൊണ്ടൊന്ന് തിക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലൂടെ നമുക്ക് ഗനാഷ് കിട്ടിയില്ല. അപ്പോൾ കേക്കിൽ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞതുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു കുഞ്ഞ് നൈഫ് എടുത്തിട്ട് പതിയെ ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ സെൻറ്ററിൽ ഇതുപോലൊരു ഡിസൈൻ കൂടെ കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പെർഫെക്ഷൻ നമ്മുടെ കേക്കിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഫൈനലി നമ്മുടെ ഗനാഷ് സ്ട്രിപ്പിംഗ് സക്സസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന് ചുറ്റും ഒരു റൊസറ്റ നോസൽ ഡിസൈനാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിന് മുന്നേടെ തന്നെ നമ്മൾ കേക്കിൽ റൈറ്റിങ്സ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീമിൽ തന്നെയാണ് ഇന്ന് റൈറ്റിങ്സ് കൊടുക്കുന്നത്. ഞാൻ കൂടുതലും ഫോണ്ടൻ ഷീറ്റിലാണ് എപ്പോഴും റൈറ്റിങ്സ് കൊടുക്കാൻ ശ്രമിക്കാറുള്ളത്. അതെനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ നമ്മളിതുപോലെ വിപ്പിംഗ് ക്രീമിലോ ഗനാഷിലോ ഒക്കെ കൊടുക്കാറുമുണ്ട്. അപ്പോൾ ഞാനിന്ന് എന്തായാലും വിപ്പിംഗ് ക്രീമിൽ കൊടുക്കാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ റൈറ്റിങ്സ് കൊടുക്കുന്നുണ്ട്. വലിയ പ്രശ്നമില്ലാണ്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ക്രീം കുറച്ചുകൂടെ ഒന്ന് ലൂസായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് തോന്നി. അപ്പം ഞാൻ എന്തായാലും ഈ ക്രീം തന്നെ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് എഴുതുന്നുണ്ട്. നമ്മൾ റൈറ്റിങ്സ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ക്രീം കുറച്ചുകൂടെ ഒരു ലൂസ് ആൻഡ് കൺസിസ്റ്റൻസി ആണെങ്കിൽ നമുക്ക് റൈറ്റിങ്സ് കൊടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ ഹാപ്പി ബർത്ത്ഡേ കിച്ചൻ എന്നാണ് കൊടുക്കാനുണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ചുറ്റുമാണ് ഒരു റൊസറ്റ നോസൽ ഡിസൈൻ കൊടുക്കുന്നത്. അപ്പോൾ നോസൽ വർക്കൊക്കെ വരുന്ന സമയത്ത് ആദ്യം നമ്മൾ റൈറ്റിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ എഴുതുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതിലൊക്കെ തട്ടുമെന്നൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും അങ്ങനെ കൊടുക്കുന്ന സമയത്ത് റൈറ്റിങ്സ് സെൻറ്ററിൽ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇല്ല നമ്മൾ ഫോണ്ടനിലൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ പ്രശ്നമല്ല, നമുക്ക് ലാസ്റ്റ് വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ആ ഗ്യാപ്പ് ഇതുപോലെ ആ സെയിം നോസിൽ വെച്ചിട്ട് തന്നെ ആ ഇടയ്ക്കിടെ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആക്ച്വലി ഇതൊരു കസ്റ്റമൈസ്ഡ് ഡിസൈൻ ആയിരുന്നു. ഇതിൽ വയ്ക്കാനുണ്ടായിരുന്ന ഡയറി മിൽക്കിൻ്റെ ഷോർട്സ് ആണ്. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് വാങ്ങുന്ന കടകളിൽ പോയിട്ടൊന്നും ഷോർട്സ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കസ്റ്റമറിനെ അത് വിളിച്ച സമയത്ത് അവർക്ക് ഡയറി മിൽക്ക് വെച്ചാൽ മതിയെന്ന് ചോദിച്ചപ്പോൾ അവർ ഓക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ഡയറി മിൽക്ക് എടുത്തിട്ട് അത് ചെറിയ സ്ലൈസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പോർഷനിൽ നമ്മൾ ഈ ഒരു ഡയറി മിൽക്കിൻ്റെ പീസസാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ കസ്റ്റമർ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് കേട്ടോ നമുക്കിത് പറ്റിയത്. ചില കസ്റ്റമേഴ്സ് കസ്റ്റമൈസേഷൻസ് പറയുന്ന സമയത്ത് അവർ പറയുന്ന ഡിസൈൻ തന്നെ ചെയ്യണം എന്ന് നിർബന്ധം പറയാറുണ്ട്. പക്ഷേ ഇത് നമുക്ക് വലിയ പ്രശ്നമില്ലാണ്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. കസ്റ്റമറിൻ്റെ ഡിസൈനും ടേസ്റ്റ് വൈസും ഒക്കെ കേക്ക് ഒത്തിരി ഇഷ്ടമായെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ കേക്ക് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ട് ഒരു ബർത്ത്ഡേ ടോപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് ഫൈനലി ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഡിസൈൻ ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.